ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് കോഴ്സ് തീരുന്നതിൻ്റെ അന്ന് നമ്മളൊരു ലേഡി ഡോക്ടറിനെ കാണാൻ പോകുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നേരത്തെ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ കാണാൻ പോയി. അപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടാണ് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ വന്നാൽ എന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു കേട്ടോ. അവരെ കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് ഭയങ്കര ആശ്വാസമായി. അവർ അങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പോലും. അപ്പോൾ പറഞ്ഞു, റൂബിൻ വിഷമിക്കേണ്ട, നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടറും പരിശോധിച്ചിട്ട് ഡോക്ടറും ഏതാണ്ട് ഉറപ്പ് പറഞ്ഞു, എന്ത് തന്നെ ആയാലും നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ, വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തെ ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് എനിക്കൊരു വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്തത്. കാരണം അവർ ആ രീതിയിലാണ് ഇടപെട്ടത്. എന്നിട്ട് ഡോക്ടർ തന്നെ നാട്ടിലുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. എന്നിട്ട് അവിടെ കാണേണ്ട ഡോക്ടറിൻ്റെ പേരും പറഞ്ഞ് എനിക്കൊരു ലെറ്റർ എഴുതിയാണ് തന്നു വിട്ടത്. അടുത്ത ദിവസം ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റൽ എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് നേരത്തെ അവിടെ പോയ എക്സ്പീരിയൻസ് ഉണ്ട്, അച്ഛൻ്റെ മാമന്മാരുമായിട്ടൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബുക്കൊക്കെ എടുത്ത് വായിക്കാനുള്ള, കാരണം പലയിടത്തും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നറിയാം. അപ്പോൾ ബുക്സൊക്കെ എടുത്ത് വായിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിട്ട് മനസ്സിനെ കുറേ കൂടെയൊക്കെ ധൈര്യപ്പെടുത്തി പോയി. കടമ്പകളൊക്കെ കടന്ന് കുറേ നേരം കാത്തിരുന്ന് ഡോക്ടറിനെ കണ്ടു. വളരെ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. വളരെ സൗമ്യനായ ഒരു ഡോക്ടറാണ്. സന്തോഷം തോന്നി നാട്ടിൽ ഇത്രയും നല്ല ഡോക്ടേഴ്സൊക്കെ ഉള്ളതിൽ. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ടും ഡോക്ടറും പറഞ്ഞു, നമുക്ക് വീണ്ടും ചെയ്ത ടെസ്റ്റുകൾ പോരാ, നമുക്കൊന്നേന്ന് പറഞ്ഞ് ടെസ്റ്റുകൾ മുഴുവനും ചെയ്യണം. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഡോക്ടർ ഏതാണ്ട് കൺഫേം ചെയ്തു, ട്യൂമർ തന്നെയാണ് കൺഫേം ചെയ്തു, പേടിക്കണ്ട, നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം കൺഫേം ചെയ്തു. 2 ആൺ ഡോക്ടർമാരായിരുന്നു കേട്ടോ. അവർ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറേ നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, ഓരോ ടെസ്റ്റിനുള്ള ഡേറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് അടുത്ത മുറിയിൽ 2 ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അടുത്ത ക്യൂവിന് പോയി നിൽക്കുകയാണ്. അവിടെ പോയി ഇങ്ങനെ കുറേ നേരം കാത്തു നിന്ന് നമ്മുടെ ഒരു സമയമായി. അപ്പോൾ നമ്മൾ ഈ കാത്തു നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പലരും പേഷ്യൻസ് അകത്ത് പോയി തിരിച്ചു വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മളിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ വായിക്കുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ പലരും കരഞ്ഞൊക്കെയാണ് തിരിച്ചു വരുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന മുഖങ്ങളും. അറിയാലോ, ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ആ കോറിഡോറിൽ തന്നെ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനിതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്രയും വളർന്ന് വലുതായി, എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഞാൻ ജീവിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞു മക്കളെയൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തുമാത്രമൊക്കെയാണ് ദൈവം തന്നത്, നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആലോചിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ, ഡോക്ടറിൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ പോയി വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ ശോകമുഖമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് ഒരു ഹോപ്പില്ലാത്ത കുറേ മുഖങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൂടുതലും വായനയിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അവസാനം നമ്മുടെ ടേണായി. ഞങ്ങൾ അകത്തോട്ട് കയറി. നല്ല 2 ചെറുപ്പക്കാർ സുന്ദരികളായ പെൺകുട്ടികളാണ് ഇരിക്കുന്നത്. പെൺകുട്ടികളല്ല, ഡോക്ടേഴ്സാണ് ഇരിക്കുന്നത്. അവരും നേരത്തെ മറ്റേ ഡോക്ടേഴ്സ് ചെയ്ത പോലെ തന്നെ വീണ്ടും ചെക്കപ്പായി. എല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് അവരും ഉറപ്പിച്ചു ഇന്നത് തന്നെയാണ്. പക്ഷേ ഓരോന്നിനും ഓരോ ടെസ്റ്റും ചെയ്യണം, അതിന് ഓരോ ഡേറ്റ് എനിക്ക് തന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഡേറ്റിന് മാത്രം, ആ ഡേറ്റിന് എനിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് അടുത്ത ദിവസമാക്കി തരാമോ എന്നെന്തോ ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. പുള്ളി പിന്നീട് കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇതങ്ങോട്ട് വല്ലാത്തൊരു സ്റ്റേജിലായി കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ടായിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ഇപ്പം തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പം തന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവർക്ക് അതിനുള്ള സൗകര്യവുമില്ല. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അവർക്ക് അതിനുള്ള സൗകര്യമില്ല, അന്ന് ചെയ്യാനുള്ള സൗകര്യമില്ല. പിന്നെ എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറേ നേരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു.
ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ ഡോക്ടർ എല്ലാം ഞാനിങ്ങനെ തലയാട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരിതെല്ലാം കുറേ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാനിങ്ങനെ വളരെ സൗമ്യമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കാരണം നമുക്കറിയാം നമുക്കിങ്ങനെ ഒന്ന് വന്നു വിട്ടു, അപ്പോൾ നമ്മളിനി അത് കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സാണ്, നമ്മുടെ ദൈവങ്ങളാണ് നമ്മുടെ കൺമുന്നിലിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറയുന്നതിനെല്ലാം ഞാൻ കാരണം എനിക്കറിയില്ല, ഞാൻ ഡോക്ടറല്ലല്ലോ, ഞാനൊരു സാധാരണ ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് അവർക്കാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടും എൻ്റെ മുഖത്ത് നോക്കും, വീണ്ടും അടുത്തത് പറയും. പിന്നെ അതിനുശേഷം അടുത്ത സ്റ്റേജിലെ ഓക്കെ നമ്മളിപ്പോൾ ഇതെല്ലാം എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊക്കെ എടുത്തു കളഞ്ഞാലും ഒരുപക്ഷെ വീണ്ടും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറച്ച് ഡയലോഗ് വീണ്ടും അടിക്കുകയായിരുന്നു വീണ്ടും. അത് എനിക്കൊന്നും കൊണ്ടു. കാരണം നമ്മളൊന്നും ആയിട്ടില്ല, ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യമാണ് അത്. പിന്നീട് അത് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഓക്കെ, അത് അപ്പോഴുള്ള കാര്യം. നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊരു ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ നമുക്ക് ആദ്യം നമുക്ക് കിട്ടേണ്ട മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ സ്നേഹമാണ്, ഡോക്ടറിൻ്റെ സാന്ത്വനമാണ്. അപ്പോൾ അത് തരുന്നുമില്ല. പകരം എനിക്ക് എൻ്റെ കണ്ടീഷൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി, അതുകൊണ്ട് അങ്ങ് സ്പ്രെഡായിപ്പോയി, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്താലും അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടാതെ നിന്നു. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്. അതൊരു കൊച്ചു ഡോക്ടറാണ്, എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക്. കാരണം എങ്ങനെയാണോ ഡോക്ടേഴ്സ് പേഷ്യൻസ്, ഞാനിപ്പോൾ ഇത്തിരി നേരത്തെ കണ്ടുവന്ന ഡോക്ടേഴ്സൊക്കെ എന്ത് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പേഷ്യൻസിൻ്റെ എന്ത് നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടി. അടുത്ത ഒരാളുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ആ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അപ്പോൾ പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയാമോ, ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഒരുപാട് പേഷ്യൻസിനെ കാണുന്നു, പല ടൈപ്പ് പേഷ്യൻസിനെ കാണുന്നു. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നില്ല, അവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല, അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇവരിത്രയും പറഞ്ഞിട്ടും ഞങ്ങളിങ്ങനെ വളരെ കൂളായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊരു കൺഫ്യൂഷനിൽ വീണ്ടും കുറച്ചുകൂടെ ഞങ്ങളെ ഒന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നതാണോ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു. ഞാൻ തന്നെ കുറേ ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തുകയായിരുന്നു എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഈ ഡോക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്നുള്ളതിന് ഒരു ന്യായം കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് കേട്ടോ. അത് തന്നെയാണോ ആ പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ ശ്രമിച്ച് കണ്ടെത്തിയത്. കാരണം രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഞങ്ങളുടെ ദൈവങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് വളരെ വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നുവരെയും വേറൊരിടത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പെരുമാറുന്ന കുറച്ച് ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ആ മുറിയുടെ പുറത്തോട്ട് ഇറങ്ങുന്ന പലരും കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ പുള്ളിയും പ്രതീക്ഷിച്ചത് ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉടനെ സെൻറ്റി അടിക്കുന്നു, കരയുന്നു, ബഹളം വയ്ക്കുന്നു, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്തില്ല. അത് ചെയ്യാത്ത കാരണം പേടിക്കാത്തത് കൊണ്ടോ വിഷമമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്, വന്നതിനെ അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിൽ അംഗീകരിക്കുന്നത് കൊണ്ടാണ് മിണ്ടാതെ നിന്നത്. അവിടെ ഇനിയിപ്പോൾ ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞു, നിലവിളിച്ചെന്ന് പറഞ്ഞു, ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ടെൻഷനൊക്കെ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ പഠിച്ച് മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള സംസാരം. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിൽക്കുക. എന്നിട്ട് അവസാനം ഒരു ഡയലോഗും കൂടെ, ഞാനാണ് ഇനി നിങ്ങളുടെ ഡോക്ടറെന്ന്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരൊറ്റ പ്രാവശ്യത്തെ കാഴ്ചയിൽ, ഒരൊറ്റ പ്രാവശ്യത്തെ കൺസൾട്ടിങ്ങിൽ തന്നെ ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ഇനി കൂടുതൽ പോവുക. പിന്നെ അത് മാത്രമല്ല, പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഓക്കെ ഇതിനിപ്പോൾ ഒരു നീണ്ട പ്രോസസ്സാണ്. അഥവാ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട പ്രോസസ്സാണ്. നമ്മൾ പലയിടത്തും വായിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ, ഒരുപാട് നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ അത്രയും കാലം നമുക്ക് നാട്ടിൽ നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നാട്ടിൽ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇവിടെ യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാശ്, നല്ല എമൗണ്ട് ആവും. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ നാട്ടിലെ കണ്ടീഷൻ ഇങ്ങനെയാണ്. പിന്നെ
മക്കൾ കൂടുതലും ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അവരെ വിട്ട് ഒരുപാട് നാൾ മാറി നിൽക്കാൻ പറ്റില്ല. ലക്ഷ്മിക്ക് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് ലക്ഷ്മിയെ വിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കാനും പറ്റില്ല. അപ്പോൾ അതെല്ലാം ഓർത്തപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചത് ഓക്കെ നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ എന്നിട്ട് ഇവിടുത്തെ ടെസ്റ്റുകളൊന്നും ചെയ്തില്ല കേട്ടോ. അവിടെ ഓരോ ദിവസത്തെയും ഡേറ്റ് തന്നുവെങ്കിലും ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ട് കയറുമായിരുന്നു. അച്ഛന് വരാൻ പറ്റിയില്ല. കാരണം അച്ഛൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അച്ഛനെ വിശ്വസിച്ച് വന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോഴ്സ് കഴിയാത്തത് കൊണ്ട് തന്നെ അച്ഛന് നാട്ടിൽ തങ്ങേണ്ടി വന്നു. പക്ഷേ ഞാനും മക്കളും ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ മോനുണ്ട്, സിദ്ധിമോൻ ഇവിടെ മാഡ്രിഡിലാണ് പഠിക്കുന്നത്. അപ്പം വന്ന അന്ന് തന്നെ മോന് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ, ഇവിടെയും ഗവൺമെൻറ് ഹോസ്പിറ്റൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവം വെച്ചിട്ട് പലരും പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്, കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പലരും കണ്ട എല്ലാ ഡോക്ടേഴ്സും അത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത് പലരും പല ടോണിലാണെന്നേ ഉള്ളൂ. പക്ഷെ അത് ഡേഞ്ചർ ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ മോൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു വെച്ച് ഇവിടെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓൾറെഡി ലിസ്റ്റ് കാണും. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മളൊക്കെ ഇനി ഏറ്റവും അവസാനമായിരിക്കും. അപ്പോൾ ഈ അവസാനം വന്ന് നമ്മളിനി നമ്മുടെ ഒരു ടേൺ വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ നിന്നില്ല. മോനോട് പറഞ്ഞു, മോന് ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തു വെച്ചു. ഞാൻ വന്ന അന്ന് തന്നെ ബാഗ് വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് ഡോക്ടറും പരിശോധിച്ചു. പക്ഷെ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത് കാണിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അത്യാവശ്യം കാശ് കൊടുക്കേണ്ടിയും വന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഓരോ ടെസ്റ്റുകൾ ചെയ്തു. എവിടെയും മാമോഗ്രാം ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നാട്ടിലും മാമോഗ്രാം ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവിടെയും മാമോഗ്രാം ചെയ്തിട്ടും കണ്ടുപിടിച്ചില്ല. അവസാനം ബയോപ്സി ചെയ്തിട്ട് കൺഫേം ചെയ്തു. അങ്ങനെ ഇന്ന് ഇപ്പോൾ അത് കണ്ടുപിടിച്ചതിൻ്റെ 1ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഇനി ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കിട്ടുന്ന സന്ദർഭങ്ങളിൽ വെച്ചിട്ട് വിട്ടുപോയിട്ടുള്ള പല ഭാഗങ്ങളും നമുക്ക് പൂർത്തിയാക്കാം. എഴുതാൻ പോയാൽ നിറയെ ഉണ്ട് കേട്ടോ. ഒരു ബുക്കൊക്കെ എഴുതണമെന്നുണ്ട്. കാരണം ഈ ആശ്രമ ജീവിതത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? വേദന കൊണ്ട് കിടക്കുന്ന സമയത്ത് വേറൊരാളെ ആശ്വസിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇത്രയും എനിക്ക് മനസ്സിലായപ്പോൾ ട്യൂമറാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ട്യൂമറെന്ന് മനസ്സിലായി ഇങ്ങനെ വേദനിച്ച് കിടക്കുമ്പോഴും കൂടെയുള്ളവർ എല്ലാവരും എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. കാരണം ഗ്രേസ് മോളുടെ അമ്മ വിളി കേട്ട് പലരും അമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ കോഴ്സ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഞാൻ കിടക്കുകയാണ്, ഈ ഹോട്ട് ബാഗൊക്കെ വെച്ച് കിടക്കുന്ന സമയത്തും എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൊണ്ട് വന്ന് കരഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ വന്ന് സങ്കടം പറയുന്നത് അത് എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ. കാരണം ഇത്രയും വേദനിച്ച് കിടക്കുന്ന എൻ്റെ അടുത്താണ് വന്ന് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് കരഞ്ഞു വിഷമിച്ച് സങ്കടം പറയുന്നത്. എന്തായാലും ഞാൻ ആശ്വസിപ്പിച്ച് വിടും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഓരോ സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ ആശ്വസിപ്പിച്ച് വിടും. അപ്പോഴും മനസ്സിൽ തോന്നിയത് ഇതാണ്, നമുക്ക് ഒരു കുഞ്ഞ് പ്രശ്നം ജീവിതത്തിലുണ്ടാകുമ്പോഴത്തേക്ക്, കാരണം നമുക്ക് വലുത് നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് പ്രശ്നം ജീവിതത്തിലുണ്ടാകുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് അപ്പോഴും തോന്നും. കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് കുഞ്ഞു പ്രശ്നങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിനെ ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രസകരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആകപ്പാടെ മനസ്സിനെ ഇങ്ങനെ ഒന്ന് ഉലച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ട്യൂമർ വിശേഷമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 1 വർഷം തികയ്ക്കുകയാണ്. നമ്മൾ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ഇമ്മ്യൂണോ തെറാപ്പിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 കൊല്ലത്തേക്ക് മരുന്നെടുക്കണം. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും